എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മുടെ വി സതീശൻ സാർ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. 1977 പിണറായി വിജയൻ സാർ BJP-യുമായിട്ട് സഖ്യം ചേർന്നിട്ടാണ് ആ ഒരു തിരഞ്ഞെടുപ്പ് വിജയിച്ചത്. RSSന്റെ കൂടി പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത് 77-ൽ. നമുക്കത് നോക്കാം, അത് ഇതിൽ എത്രത്തോളം സത്യമുണ്ട്. എതിർ പാർട്ടികൾക്ക് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ഒന്ന് പൊത്തണമെങ്കിൽ ആദ്യം എടുക്കാൻ പോകുന്ന പോയിന്റ് 1977-ലെ തെരഞ്ഞെടുപ്പായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ജയിച്ചു വന്നത്? RSSനോട് പിന്തുണയോടുകൂടിയല്ലേ. അപ്പൊ ഞങ്ങളെ ചരിത്രമൊന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കണ്ട. ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ജയിപ്പിക്കാൻ RSS ശാഖകളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയ ഒരു കാലം. പിണറായി വിജയൻ BJP-യുടെ മുൻരൂപമായ ജനസംഘവും ഒരു വേദി കൈകോർത്ത് നിൽക്കുന്ന കാലം. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നാം, പക്ഷേ ചരിത്രം അങ്ങനെയാണ്. എന്തായിരുന്നു ആ സഖ്യത്തിന് പിന്നിലെ സാഹചര്യം? ആർക്കായിരുന്നു ലാഭം? നമുക്ക് നോക്കാം. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ BJP CPM തമ്മിലുള്ള ശത്രുത നമ്മൾക്കറിയാം. പരസ്പരം കുലവിളി നടത്തുന്നു. പക്ഷേ ചരിത്രത്തിന്റെ താളുകൾ ഒന്ന് മറിച്ചു നോക്കിയാൽ ഇവർ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. 1977 നമ്മുടെ VD സതീശൻ സാർ ഇന്നലെ പറഞ്ഞതുപോലെ അവർ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. കേരളത്തിൽ BJP-യെ കൊണ്ടുവന്നതിൽ 90% കാരണഭൂതൻ പിണറായി വിജയനാണ്. ഈ കഥ തുടങ്ങുന്നത് 1975-ലാണ്. 1975-ൽ ഇന്ത്യയിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണല്ലോ. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാലം. ജനാധിപത്യം അടിച്ചമർത്തപ്പെട്ടു. അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ജയിലിനകത്തായി. കേരളത്തിലാണെങ്കിലോ പിണറായി വിജയൻ ക്രൂരമായി പോലീസ് മർദ്ദനത്തിന് ഇരയായി. ഈ ഒരു ഏകാധിപത്യ ഭരണത്തെ കീഴെ ഇറക്കാനായിട്ട് എല്ലാവരും പ്രത്യയശാസ്ത്രങ്ങൾ മറന്ന് ഒന്നിച്ചു. അങ്ങനെയാണ് CPM-ഉം ജനതാ സഖ്യവും ആദ്യമായിട്ട് കൈകോർക്കുന്നത്. 1977-ൽ അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷം വരുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ്. അന്ന് കേരളത്തിൽ 2 മുന്നണികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കോൺഗ്രസ് നയിച്ചിരുന്ന ഐക്യ മുന്നണി, മറ്റൊന്ന് CPIM നയിച്ച മാർക്സിസ്റ്റ് മുന്നണി. ഈ ഒരു മുന്നണിയിലാണ് നമ്മൾ ഏവരും ഇതുവരെ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു സംഭവം ഉള്ളത്. ജനതാ സഖ്യം BJP എങ്ങനെ കമ്മ്യൂണിസ്റ്റുമായി കൈകോർത്തു എന്ന ചരിത്രം. കൂത്തുപറമ്പ് മണ്ഡലത്തിലായിരുന്നു പിണറായി വിജയന്റെ മത്സരം. അതിനെ അനുകൂലിക്കാൻ ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്ന RSS പ്രവർത്തകർ. മറുവശത്ത് പുതുമയിൽ BJP-യുടെ ഇതിഹാസ നേതാവ് KG മാരാർ മത്സരിച്ചപ്പോൾ CPM അദ്ദേഹത്തെ പിന്തുണച്ചു. നമുക്ക് ഇപ്പോഴും ഒരു മാരാറുണ്ട് BJP-യിൽ, പക്ഷെ ആ മാരാർ വേറെ മാരാറാണ്. നിലപാടുകളുടെ രാജകുമാരനായ മാരാർ സാർ. CPM-ന്റെ ചുണക്കുട്ടികൾ RSS-ന് വേണ്ടി, അതായത് അന്നത്തെ BJP-ക്ക് വേണ്ടി തലങ്ങും വിലങ്ങും ഓടി അവരെ വിജയിപ്പിക്കുക. ഇവർക്ക് തിരിച്ചു. അതായിരുന്നു 1977-ലെ BJP CPIM സഖ്യം. കാസർഗോഡ് ഭാഗത്തു KG മാരാർക്ക് വേണ്ടി CPM-ന്റെ ചുവപ്പൻ വോട്ടുകൾ അങ്ങോട്ടേക്ക് ഒഴുകി. പിണറായി വിജയൻ പ്രസംഗിച്ച വേദികളിൽ സംഘത്തിന്റെ കൊടികൾ പാറിപ്പറന്നു. പിണറായി വിജയനും മാരാറും ഒരേ വേദിയിൽ പ്രസംഗിച്ചു എന്നതൊക്കെ ഇപ്പോഴും എതിരാളികൾ ആയുധമാക്കാറുണ്ട്. ഇന്ന് CPIM അത് നിഷേധിച്ചേക്കാം, പക്ഷേ അന്നത്തെ പത്രങ്ങൾ അതിന് സാക്ഷിയാണ്. കോൺഗ്രസ് ഇതിനെ വിളിക്കുന്നതോ അവിശുദ്ധ സഖ്യം എന്നാണ്. RSS-ന് കേരളത്തിൽ അടിത്തറ പാകിയത് പിണറായി വിജയനാണെന്ന് കോൺഗ്രസ് ഇന്നും അടിവരയിട്ട് പറയുന്നു. തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ 4401 വോട്ടിൽ വിജയിച്ചു. പക്ഷെ സംസ്ഥാന തലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തോറ്റു. അടിയന്തരാവസ്ഥയും തിരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ സഖ്യം തകർന്നു. പക്ഷേ ആ ബന്ധത്തിന്റെ കറ ഇന്നും പിണറായി വിജയന്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. പിന്നീട് വന്ന വർഷങ്ങളിൽ ഈ സഖ്യം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. പക്ഷെ CPM പറയുന്നത് ഇത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു താൽക്കാലിക നീക്കുപോക്കായിരുന്നു എന്നാണ്. എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ BJP-യെ വളർത്തിയത് CPM ആണെന്നാണ്. അവർ അന്നല്ല ഇന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനൊരു തെളിവാണല്ലോ നമ്മൾ ഇന്നലെ VD സതീശന്റെ പ്രസ്താവനയിൽ നമ്മൾ കണ്ടത്. ഇന്നത്തെ ചർച്ചകളിൽ പിണറായി വിജയൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾ എന്നും സംഘപരിവാറിനെ എതിർത്തിട്ടേ ഉള്ളൂ, ഞങ്ങളാണ് സംഘപരിവാറിനെ എതിർക്കുന്നതെന്ന്. പക്ഷേ ചരിത്രം പറയുന്നത് മറ്റൊന്നാണല്ലോ സാർ. 1977-ലെ കൂത്തുപറമ്പിലെ വോട്ടർമാർ താങ്കളെ വിജയിപ്പിച്ചത് ഒരു CPM കാരനായതുകൊണ്ട് മാത്രമാണോ, അതോ ഈ സഖ്യത്തിന്റെ പിൻബലത്തോടെയാണോ? നമ്മൾ രാഷ്ട്രീയം എടുത്താൽ അതിലെ ശത്രുക്കളോ മിത്രങ്ങളോ സ്ഥിരമായി ഇല്ല എന്നത് ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. 1977-ലെ ഈ സഖ്യം ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയാണോ, അതോ വെറുതെ അധികാരത്തിന് വേണ്ടി മാത്രമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?